വെൽക്കം ബാക്ക് ടു ഇൻഷുറൻസ് വേൾഡ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. സോ ദാറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് പോസ്റ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ GST നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിലും അതുപോലെ ലൈഫ് ഇൻഷുറൻസിലും എടുത്തു മാറ്റിയ കാര്യം നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കുന്നു വിചാരിക്കുന്നു. സെപ്റ്റംബർ 22, 2025 മുതൽ ഇനി നമ്മൾ എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ GST ആപ്ലിക്കബിൾ ആയിരിക്കില്ല. 0% GST ആണ്. 18% GST ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 0% GST ആണ് വരുന്നത്. GST ഇനി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലില്ല. സോ ടാറ്റ ഏജിയുടെ മെഡിക്കെയർ സെലക്ട് എന്നൊരു പ്ലാനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ടാറ്റ ഏജിയുടെ മെഡിക്കെയർ പ്രീമിയർ എന്ന ടോപ്പ് വേരിയൻ്റ് പോളിസി, കുറച്ച് പ്രീമിയം കൂടിയ ഫീച്ചേഴ്സ് കൂടിയ പോളിസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കാണുക. അപ്പോൾ ടാറ്റ ഏജി കമ്പനിയെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ 2001 മുതൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് ടാറ്റ ഏജി എന്ന് പറയുന്നത്. ടാറ്റ ഗ്രൂപ്പും അതുപോലെ തന്നെ അമേരിക്കൻ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന AIG തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറുമാണ് ഈ ടാറ്റ AIG എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഇവരുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഒരു 96% ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻകേർഡ് ക്ലെയിം റേഷ്യോ ഒരു 100 രൂപ പ്രീമിയം ആയിട്ട് നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 78 രൂപ നമുക്ക് ഒരു ക്ലെയിമായിട്ട് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. 8% ഇൻകേർഡ് ക്ലെയിം റേഷ്യോ വിച്ച് ഈസ് ബെസ്റ്റ് ഇൻ ദി ഇൻഡസ്ട്രി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. മെഡിക്കെയർ സെലക്ട് എന്ന് പറയുന്നത് ടാറ്റ ഏജിയുടെ അഫോർഡബിൾ സെഗ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള, അതായത് നമ്മൾ സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിലിറ്റി ഉള്ള ഏറ്റവും പ്രീമിയം കുറഞ്ഞ രീതിക്കുള്ള ഒരു പോളിസിയാണ്. ഇയർ ഓൺ ഇയർ ആണ് നമുക്ക് പ്രീമിയം ചേഞ്ചസ് വരിക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഏജ് വൈസ്, സ്ലാബ് വൈസ് അല്ല, ഒരു 5 വർഷം നമുക്ക് കൂടുമ്പോഴാണ് ചില കമ്പനികളുടെ പ്രൊഡക്റ്റിൽ നമുക്ക് ഇങ്ങനെ പ്രീമിയത്തിൽ മാറ്റം വരിക. അപ്പോൾ ഒരു വലിയൊരു പ്രീമിയം ചേഞ്ച് ആവും. ഇവിടെ ഇയർ ഓൺ ഇയർ ചെറിയൊരു പ്രീമിയമാണ്. നമുക്ക് ഒരു 1000 രൂപയ്ക്കകത്ത് നമുക്ക് പ്രീമിയം ഇൻക്രീസ് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വർഷം. ഇനിയിപ്പോൾ പ്ലാൻ്റെ ഫീച്ചേഴ്സിലേക്ക് എന്തൊക്കെയാണ് ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. റൂം റെൻ്റ് ആണെങ്കിൽ ഈ പ്ലാനിൽ നമുക്ക് സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് കവർ ചെയ്യുന്നത്. എനി റൂം കാറ്റഗറി അവൈലബിൾ അല്ല ഈ പോളിസിയിൽ. അതിന് നമ്മൾ മെഡിക്കെയർ പ്രീമിയർ എന്ന ഒരു പോളിസിയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. ഇതിൽ സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ്. നമുക്ക് റൂം റെൻ്റ് ലിമിറ്റ് ഉണ്ട്. സിംഗിൾ പ്രൈവറ്റ് AC റൂം വരെ മാക്സിമം നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. ഇനി ICU അതേപോലെ തന്നെ ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എല്ലാം തന്നെ അപ് ടു സം അഷ്യൂർഡ് വരെ കവർ ചെയ്യുന്ന ഒരു പ്ലാനാണ്. സം അഷ്യൂർഡ് നോക്കുകയാണെങ്കിൽ 5 ലക്ഷം മുതൽ 3 കോടി രൂപ വരെ നമുക്ക് ഈ ഒരു കവറേജ് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹോസ്പിറ്റലൈസേഷന് മുന്നേ ഉള്ള എക്സ്പെൻസ്, അതായത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് 90 ദിവസം വരെയുള്ളതും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഡിസ്ചാർജ് കഴിഞ്ഞ് 90 ദിവസം വരെയുള്ള പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് അപ് ടു സം അഷ്യൂർഡ് വരെ നമുക്ക് കവർ ചെയ്യും. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്, എല്ലാ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ് ടു സം അഷ്യൂർഡ് ആണ്. എന്താണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെസ് ദാൻ 24 അവേഴ്സിൽ വരുന്ന ട്രീറ്റ്മെൻറ്റുകൾ, ഓക്കെ, സർജറീസ്, ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം തന്നെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ കാറ്ററാക്ട് ഒരു ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ഉദാഹരണമാണ്. രാവിലെ അഡ്മിഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ഡിസ്ചാർജ് ആവും. ഓക്കെ, അപ്പോൾ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ഈ പോളിസിയിലെല്ലാം തന്നെ കവേർഡാണ്. ഓർഗൻ ഡോണർ എക്സ്പെൻസ്, ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ്, ആയുഷ് ബെനിഫിറ്റ്, അതായത് ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി, സിദ്ധ പോലുള്ള ട്രീറ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ എല്ലാം തന്നെ അപ് ടു സം അഷ്യൂർഡ് നമുക്ക് കവർ ചെയ്യുന്നുണ്ട് ഈ പ്ലാനിൽ. പിന്നെ ആംബുലൻസ് കവറേജിന് വല്ല ലിമിറ്റ് ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അപ് ടു സം അഷ്യൂർഡ് തന്നെ ഈ പ്ലാനിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഫിനിറ്റി, അതായത് റീസ്റ്റോറേഷൻ ഒരു ഫീച്ചർ ഉണ്ട് ഇന്നത്തെ കാലത്തെ എല്ലാ പ്രൊഡക്റ്റിലും. ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. സം അഷ്യൂർഡ് തുക തീർന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ക്ലെയിം മുതൽ റീസ്റ്റോർ ആയി വീണ്ടും പുതിയൊരു 10 ലക്ഷം എടുത്ത കസ്റ്റമർക്കാണെങ്കിൽ വീണ്ടും ഒരു 10 ലക്ഷം പുനഃസ്ഥാപിക്കുന്നതിനാണ് ഈ പറഞ്ഞ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഇതൊരു പോളിസി വർഷത്തിൽ അൺലിമിറ്റഡ് ടൈംസ് ഈ കമ്പനി കൊടുക്കുന്നുണ്ട് ഇൻബിൽഡ് ആയിട്ട് തന്നെ. അടുത്തൊരു ഇൻബിൽറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നോ ക്ലെയിം ബോണസ്. ഓക്കെ, നമുക്ക് ക്ലെയിം ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബോണസാണ് നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. അത് നമുക്ക് 50% ഓഫ് സം അഷ്യൂർഡ് ആണ്. 50% ഓഫ് സം അഷ്യൂർഡ്, മാക്സിമം 100% വരെ പോകും. അതായത് 10 ലക്ഷത്തിന് പോളിസി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 50% എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപ നമുക്ക് ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ ഒരു വർഷം ആഡ് ചെയ്ത് മാക്സിമം 2 വർഷം കൊണ്ട് തന്നെ അത് ഡബിൾ ആവുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇനി ക്ലെയിം വന്നു കഴിഞ്ഞാൽ 50%-ൽ നിന്ന് അത് കുറയാനായിട്ട് 50% വെച്ച് അത് കുറയും. ഓക്കെ, ക്ലെയിം വന്നു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഓപ്ഷണൽ കവേഴ്സാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതായത് പ്ലാൻ വാങ്ങിക്കുമ്പോൾ ചില ഇൻബിൽറ്റ് കവേഴ്സ് ഉണ്ടാവും, ചില ഓപ്ഷണൽ കവേഴ്സ് ഉണ്ടാവും എല്ലാ പ്ലാനുകളിലും. അപ്പോൾ ഇതിൽ നമുക്ക് അഡീഷണൽ എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടതാണ് ഇനി പറയുന്ന ആഡ് ഓൺ ഓപ്ഷൻസ്, അതായത് ഓപ്ഷണൽ കവേഴ്സ് എന്ന് പറയുന്നതെല്ലാം തന്നെ. അപ്പോൾ നമ്മൾ ബോണസിനെ കുറിച്ച് പറഞ്ഞു, നോ ക്ലെയിം ബോണസ്. ഇനി സൂപ്പർ ചാർജ് ബോണസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ബോണസ് കിട്ടണം, എല്ലാ വർഷവും 100% വെച്ച് മാക്സിമം 5 തവണയെങ്കിലും കിട്ടണം, 500% വരെയെങ്കിലും ബോണസായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ ചാർജ് ബോണസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഒരു വർഷം 100% വെച്ച് മാക്സിമം 5 വർഷം കൊണ്ട് 500% വരെ ഈ പ്ലാനിൽ കവറേജ് തുക വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ബോണസ് നമുക്ക് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് 10 ലക്ഷം എടുത്ത പ്ലാൻ 5 വർഷം കൊണ്ട് തന്നെ 50 ലക്ഷം വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ആഡ് ഓൺ ഉപയോഗിച്ചുകൊണ്ട് വർദ്ധിക്കുന്നുണ്ട് കവറേജ്. ഇനി കൺസ്യൂമബിൾ ആണെങ്കിൽ ഈ പ്ലാനിൽ ഓപ്ഷണലാണ്, നമുക്ക് അത് ആഡ് ഓൺ ചെയ്ത് മസ്റ്റായിട്ട് എടുക്കുക. അപ്പോൾ ഗ്ലൗസ്, സിറിഞ്ച്, പഞ്ഞി ഇതുപോലുള്ള നോൺ മെഡിക്കൽ ഐറ്റംസ് എല്ലാം തന്നെ അപ് ടു സം അഷ്യൂർഡ് നമുക്ക് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആഡ് ഓൺ അടുത്തൊരു ഓപ്ഷനാണ് മെറ്റർണിറ്റി, ഡെലിവറിക്കുള്ള നമുക്ക് ചിലവുകൾ ഈ പ്ലാനിൽ നമുക്ക് ഇൻബിൽറ്റ് അല്ല, നമുക്ക് ആഡ് ഓൺ ആയിട്ട് വേണമെന്നുള്ളവർക്ക് മാത്രം ആഡ് ഓൺ ചെയ്ത് ഓപ്റ്റ് ചെയ്യാം. സം അഷ്യൂർഡിൻ്റെ 10% ആണ് നമുക്ക് കവർ ചെയ്യുന്നത്, മാക്സിമം അപ് ടു 1 lakh വരെ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 ലക്ഷത്തിൻ്റെ കവറേജ് എടുത്തൊരു വ്യക്തിക്ക്, ഫാമിലിക്ക് നമുക്ക് 10% എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ വരെ നമുക്ക് കവറേജ് ലഭിക്കുന്നുണ്ട് ഒരു പോളിസി വർഷത്തിൽ.
ഓക്കെ, അത് ഓവർ ആൻഡ് അബവ് സം അഷ്യൂർഡ്, ബേസിക് സം അഷ്യൂർഡ് 10 lakhന് പുറമെയാണ് ഈ പറഞ്ഞ മെറ്റർനിറ്റി കവറേജ് കമ്പനി 1 ലക്ഷം രൂപ തരുന്നത്. ഓക്കെ, പിന്നെ റിഡക്ഷൻ ഇൻ മെറ്റർനിറ്റി വെയിറ്റിംഗ് പീരീഡ്, അതായത് 2 വർഷമാണ് നമുക്ക് ടോട്ടലി മെറ്റർനിറ്റിയുടെ ആഡ് ഓൺ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് 24 മാസം വെയിറ്റിംഗ് പീരീഡ് ആണ് വരുന്നത്. ഇനി അഡീഷണൽ എമൗണ്ട് അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് 1 ഇയർ വരെ നമുക്ക് ഈ പറഞ്ഞ മെറ്റർനിറ്റി വെയിറ്റിംഗ് പീരീഡ് 2 വർഷത്തിൽ നിന്ന് 1 വർഷം വരെ റെഡ്യൂസ് ചെയ്ത് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറവാക്കി എടുക്കുന്ന സമയത്ത് അതിന് അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ടോട്ടൽ 2 ഇയർ വെയിറ്റിംഗ് പീരീഡോട് കൂടിയുള്ള ഈ 10% ഓഫ് സം അഷ്യൂർഡ് നമുക്ക് മെറ്റർനിറ്റി ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിന് 1 lakh വരെ കിട്ടുന്നതിന് ഒരു പ്രീമിയം അടയ്ക്കണം. അതിലും കൂടുതൽ വീണ്ടും പ്രീമിയം അടയ്ക്കണം നമുക്ക് 1 ഇയറിലേക്ക് നമ്മൾ ഈ പറയുന്ന മെറ്റർനിറ്റി വെയിറ്റിംഗ് പീരീഡ് റെഡ്യൂസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ വർഷത്തെ പ്രീമിയം കൂടി അടച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് 13ാമത്തെ മാസം മുതൽ നമുക്ക് എപ്പോഴെങ്കിലും ഈ മെറ്റർനിറ്റിക്ക് ഡെലിവറിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നോർമലായിട്ട് ഇൻബിൽറ്റ് ആയിട്ട് എടുക്കുന്ന ഓപ്ഷനെക്കാളും പ്രീമിയം കൂടുതലായിരിക്കും ഈ പറഞ്ഞ മെറ്റർനിറ്റി എങ്കിലും കൂടുതൽ കവറേജ് നമുക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ മെറ്റർനിറ്റി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഈ പ്ലാനിൽ ഒരുക്കിയിരിക്കുന്ന സൗകര്യം. ഇൻഫിനിറ്റ് അഡ്വാൻറ്റേജ് എന്നുള്ള അടുത്തൊരു ഓപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലാനിൽ ആഡ് ഓൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സം അഷ്യൂർഡ് നമുക്ക് ഒരു 10 ലക്ഷമാണെന്ന് കരുതുക. നമുക്ക് ഒരു ക്ലെയിം വന്നത് ഒരു 50 ലക്ഷമാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അല്ലെങ്കിൽ പല കേസുകളും ഇപ്പോൾ സം അഷ്യൂർഡ് തുകയേക്കാളും വലുത് വരാനും ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലൈഫ് ടൈമിൽ ഒരു തവണ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് എപ്പോഴാണ് നമുക്ക് ഈ 10 ലക്ഷത്തിൽ കൂടുതലായിട്ട് കവറേജ് തുക പ്ലാൻ എടുത്തതിനേക്കാളും കൂടുതലാണ് ബില്ലാണ് വരുന്നതെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. എല്ലാ വർഷവും ഉപയോഗിക്കാൻ പറ്റില്ല, അതാണ് പറഞ്ഞത്. ലൈഫ് ടൈമിൽ വൺസ് നമുക്ക് ഈ ഒരു ആഡ് ഓൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇൻഫിനിറ്റ് അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഇയർലി ആക്സസ് എന്നുള്ള ഒരു ബെനിഫിറ്റാണ്. അത് 3 വർഷത്തെ പ്ലാൻ ഒരുമിച്ച് എടുക്കുന്നവർക്കാണ് അത് കിട്ടുക. അതായത് ഓരോ വർഷത്തെയും കവറേജ് തുക 10 ലക്ഷം എന്നുള്ളത് നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് 30 ലക്ഷമായിട്ട് ആദ്യത്തെ വർഷം മുതൽ തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ പ്ലാൻ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം ഇയർലി ആക്സസ് എന്നുള്ള ഒരു ബെനിഫിറ്റും കൂടി ആഡ് ഓൺ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ പ്ലാൻ ഏത് ഏജ് ഗ്രൂപ്പുകാർക്കാണ് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഒരു പ്ലാനാണ്. മിനിമം എൻട്രി ഏജ് തന്നെ ഇല്ല. നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ നമുക്ക് പ്ലാൻ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അവർക്ക് പ്രൊപ്പോസറിൻ്റെ അണ്ടറിൽ ഡിപെൻഡൻറ്റ് ചൈൽഡായിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ പോളിസി നമുക്ക് ജനിച്ച കുട്ടി മുതൽ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാക്സിമം എൻട്രി ഏജിൽ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. അപ്പോൾ നല്ലൊരു പ്ലാനാണ്. അപ്പോൾ പ്രായം കൂടുന്നതോറും പ്രീമിയം വരും. ഇയർ വൈസാണ് നമുക്ക് പ്രീമിയം. ഇയർലി നമുക്ക് ചെറിയൊരു പ്രീമിയം വെച്ച് ഇങ്ങനെ ഇൻക്രീസ് ആയി പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണെങ്കിലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയം കുറഞ്ഞ 2025 തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ, സാധാരണക്കാർക്കും ഒരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാറ്റയുടെ ഒരു പ്രീമിയം കുറഞ്ഞ ഒരു പോളിസിയാണ്. ഇപ്പോൾ പലപ്പോഴും ടാറ്റയുടെ നമുക്ക് പ്ലാൻ പറയുമ്പോൾ നമുക്ക് കുറച്ച് പ്രീമിയം കൂടുതലാണല്ലോ, കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം കൂടി ഇൻബിൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ഒരു പ്ലാനാണ് മെഡിക്കൽ പ്രീമിയം. അതിൽ ഓപ്ഷണലായിട്ട് കവേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാ ഫീച്ചേഴ്സ് അതിൽ ഇൻബിൽറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് പ്രീമിയം കൂടുതലായിട്ട് പലർക്കും ഫീൽ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഓപ്ഷണലായിട്ട് പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവിടെ മെഡിക്കൽ സെലക്ട് എന്ന് പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ പ്ലാൻ നമുക്ക് 1 വർഷം, 2 വർഷം അഥവാ 3 വർഷം വരെ നമുക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. കവറേജ് ഓപ്ഷൻ പറയുകയാണെങ്കിൽ 2 അഡൽട്ട്, അതായത് സെൽഫ് സ്പൗസ്, ഭാര്യ ഭർത്താവ്, ഓക്കെ, 3 കുട്ടികൾ വരെ, സെൽഫ് സ്പൗസ്, ഡിപെൻഡൻറ്റ് ചൈൽഡ്, 3 ഡിപെൻഡൻറ്റ് ചൈൽഡ് വരെ, 3 കുട്ടികളെ വരെ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഒരു 5 പേർക്കൊക്കെ ഒരുമിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാനൊക്കെയാണ്. ഡിസ്കൗണ്ട് ഓൺ പ്രീമിയം പറയുകയാണെങ്കിൽ ഈ പ്ലാനിൽ നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, ലോങ് ടൈം ഡിസ്കൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പോളിസി ഒന്നിൽ കൂടുതൽ വർഷത്തിൽ എടുക്കുമ്പോഴാണ് അത് കിട്ടുക. അത് 2 വർഷത്തേക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ 5% ഡിസ്കൗണ്ട്, 3 വർഷത്തേക്ക് നമുക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പോളിസിയിൽ നമുക്ക് 7.5% ഡിസ്കൗണ്ട് അപ്പ് ഫ്രണ്ട് ആയിട്ട് നമുക്ക് പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഇതിന് പുറമെ 3 ഇയർ പ്ലാനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ ഓരോ വർഷം നമുക്ക് പ്രീമിയം വർദ്ധിക്കുന്നുള്ള ഒരു ടെൻഷൻ ഇല്ല. നമുക്ക് 3 വർഷത്തെ പോളിസി നമുക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്തതുകൊണ്ട് യങ് ഫാമിലി ഡിസ്കൗണ്ട് ഈ പ്ലാനിൽ ഇൻബിൽറ്റ് ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കമ്പനി. ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾ, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും 40 വയസ്സോ അതിൽ താഴെയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ യങ് ഫാമിലി ഡിസ്കൗണ്ട് കമ്പനി 10% അപ്ലൈബിൾ ആയിട്ടാണ് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് പ്രീമിയം കൊടുക്കുന്നത്. ഇനി വെയിറ്റിംഗ് പീരീഡ് ഈ പ്ലാനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ടൈപ്പ് ഓഫ് വെയിറ്റിംഗ് പീരീഡ് ആണ് വരുന്നത്. ഒന്ന് എല്ലാവർക്കും അറിയുന്ന വെയിറ്റിംഗ് പീരീഡാണ് ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ്. പോളിസി പർച്ചേസ് ചെയ്ത് ആദ്യത്തെ 30 ദിവസം ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ടായിരിക്കും എമർജൻസി കേസസ് എല്ലാം തന്നെ കവർ ചെയ്യുക. ഡേ 1 കവറേജ് ആക്സിഡൻറ്റിന് കിട്ടുന്നുണ്ട്. ദെൻ സ്പെസിഫൈഡ് ഇൽനസ്, അതായത് കാറ്ററാക്റ്റ്, യൂട്രസ് റിമൂവൽ, വെരിക്കോസ് വെയിനസ്, ഹെർണിയ, പൈൽസ് പോലുള്ള സ്പെസിഫൈഡ് ഇൽനസസ്, ലോ ഗ്രോയിങ് ഡിസീസ് എന്ന് പറയും. അതിന് നമുക്ക് എല്ലാ കമ്പനിയിലെ പോലെ തന്നെ ഇവിടെയും 24 months ആണ് വെയിറ്റിംഗ് പീരീഡ് നമുക്ക് വരുന്നത്. ഇനി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡാണ്. നിലവിലുള്ള അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ മറച്ചു വയ്ക്കാതെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്ത് വേണം നമുക്ക് പോളിസി എടുക്കണമെന്ന് പറയാം പൊതുവേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്ന അസുഖങ്ങൾക്ക്, ഇപ്പോൾ ഷുഗർ, BP ഒരാൾക്ക് ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസ് അവർ അണ്ടർഗോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വെളിപ്പെടുത്തുന്ന അസുഖങ്ങൾക്ക് 3 വർഷം, അതായത് 36 മാസമാണ് ഈ പ്ലാനിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ്. പിന്നെ മെറ്റർനിറ്റി എടുക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞു 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡാണ് വരുന്നത്. സം അഷ്യൂർഡിൻ്റെ 10% കിട്ടുന്നുണ്ട്, 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ്. ഇനി ആ വെയിറ്റിംഗ് പീരീഡ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും അതിന് പുറമെ ഒരു ആഡ് ഓൺ സെലക്ട് ചെയ്ത് വെയിറ്റിംഗ് പീരീഡ് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം വരെ നമുക്ക് മെറ്റർനിറ്റി ആണെങ്കിൽ റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പ്ലാനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് കിട്ടുന്നതിന് നമുക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസൊക്കെ റെക്കമെൻഡ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല ഡൗട്ട്സും വന്നിട്ടുണ്ടാവും, പ്ലാൻ പർച്ചേസ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, വിളിക്കാം, വാട്സപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ പേര് ശിവ, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. അപ്പോൾ ഈ പ്ലാൻ ഇനി അടുത്ത് നമുക്ക് സംശയം വരുന്നത് പ്രീമിയം എത്രയാണ് വരുന്നത്. നമുക്ക് ഇതെല്ലാം പറഞ്ഞ് നമുക്ക് പ്രീമിയത്തിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ പ്രീമിയം നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് എടുക്കുന്നത് 31 വയസ്സുള്ള ഭർത്താവ്
24 വയസ്സുള്ള ഭാര്യ, 3 വയസ്സുള്ള ഒരു കുട്ടി അടങ്ങുന്ന 3 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് നമുക്ക് ടാറ്റ ഏജിയുടെ മെഡിക്കെയർ പ്രീമിയർ എന്നൊരു പോളിസിയിലാണെങ്കിൽ നമുക്ക് 22,500 രൂപയാണ് നമുക്ക് പ്രീമിയം വരുന്നത്. ഒരു 10 ലക്ഷം കവറേജിനെങ്കിൽ ഇവിടെ നമുക്ക് ബേസിക് പോളിസി അതിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഫീച്ചറിന് പുറമെ നമ്മളൊരു ഇൻഫിനിറ്റ് അഡ്വാൻറ്റേജ് എന്നുള്ള ഒരു ആഡ് ഓൺ, അതുപോലെ കൺസ്യൂമബിൾ, അതുപോലെ തന്നെ ബോണസ് എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 12,500 രൂപയാണ് പ്രീമിയം വരുന്നുള്ളൂ. ഓക്കെ, ഇതിനും പുറമെ നമുക്ക് ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് പോലുള്ള ആഡ് ഓൺ വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് എടുക്കാം. പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതെല്ലാം ഓപ്ഷണലായിട്ടുണ്ട്. എനി റൂം മാത്രം ആക്കി മാറ്റാനുള്ള ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല, ഫ്യൂച്ചറിൽ വരുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് ഈ പ്ലാനിലുള്ളത്. ഓക്കെ, അതൊരു ലിമിറ്റേഷൻ മാത്രമാണ് ഈ പ്ലാനിനെ കുറിച്ച് നമുക്ക് ഓവറോൾ ഒരു റിവ്യൂവിൽ പറയാനായിട്ടുള്ളത്. പക്ഷേ മറിച്ച് നമുക്ക് സിംഗിൾ പ്രൈവറ്റ് AC റൂം വരെയുള്ള വാർഡ് റൂം, പിന്നെ സിംഗിൾ പ്രൈവറ്റ് നോൺ AC റൂം വരെയൊക്കെ പോകുന്നവർക്ക് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. പ്രീമിയം പകുതിയോളം 10,000-ഓളം ഒരു കുറവുണ്ട് മെഡിക്കെയർ പ്രീമിയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഭയങ്കര ഇത് ഒരു ഏജ് കാറ്റഗറീസ് മാറുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസമുണ്ട്, കുറവുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം തികഞ്ഞ, എല്ലാം ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഒരു പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാറ്റ ഏജിയുടെ മെഡിക്കെയർ പ്രീമിയർ പർച്ചേസ് ചെയ്യാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണുക. അതുപോലെ തന്നെ മെഡിക്കെയർ പ്രീമിയർ ആണെങ്കിലും ശരി, മെഡിക്കെയർ സെലക്ട് പോളിസി അഫോർഡബിൾ സെഗ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നവർക്ക് ഈ പ്ലാൻ തീർച്ചയായും പർച്ചേസ് ചെയ്യാം. സോ പ്രീമിയം അറിയുന്നതിനും പ്രീമിയം കൊട്ടേഷൻ കിട്ടുന്നതിനും അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. ഇനിയൊരു വീഡിയോയിൽ നമ്മൾ കാണാം. താങ്ക്